എല്ലാവർക്കും ബിനിതാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ദീപാവലിയാണ്. എല്ലാവർക്കും ദീപാവലി ദിന ആശംസകൾ. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ദീപാവലി സ്പെഷ്യൽ മധുരമാണ്. പൊട്ടുകടല ഉപയോഗിച്ചുള്ള ലഡുവും കൂടെ ഒരു അവൽ മിൽക്ക് ഷേക്കും. ലഡു തയ്യാറാക്കുന്നതിനായി 400 ഗ്രാം പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം പൊട്ടുകടലയിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കേണ്ടത്. കരിഞ്ഞു പോവാതെ നോക്കണം. പൊട്ടുകടലയുടെ മണം വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. രണ്ട് തവണയായിട്ടാണ് ഞാനിവിടെ ഇത് വറുത്തെടുത്തിട്ടുള്ളത്. ചൂടാറിയ ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തരിയൊന്നുമില്ലാതെ നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായി 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതും ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഏലക്കായും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയുടെ കൂടെ ഏലക്കായ ചേർത്താൽ ഏലക്കായ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഗ്രാം നെയ്യ് ഇതിലേക്ക് ചേർക്കാനായി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഉരുക്കിയെടുക്കാം. ചൂടോടുകൂടി തന്നെ നെയ്യ് പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചൂടാറിയതിന് ശേഷം കുറച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ചുരുട്ടി ഇതേപോലെ ലഡു തയ്യാറാക്കി എടുക്കാം. മുകളിൽ ഒരു ഉണക്കമുന്തിരി കൂടി വെച്ച് കൊടുത്താൽ സ്വാദിഷ്ടമായ പൊട്ടുകടല ലഡു തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാ ലഡുവും തയ്യാറാക്കി എടുക്കാം.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതുമായ പൊട്ടുകടല ലഡു തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി തയ്യാറാക്കുന്നത് അവൽ മിൽക്ക് ഷേക്കാണ്. അതിനായി 1 കപ്പ് വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളർ അവൽ വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ള അവലാണ്. ഇത് 2 മിനിറ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അവൽ ക്രിസ്പിയായി വന്നാൽ ഇത് മാറ്റിവെക്കാം. ഇതിൽ ചേർക്കാനായി കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. കണ്ണമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ചെറുപഴം ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിൽ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അവൽ മിൽക്ക് ഷേക്കിൽ ചേർക്കാനായി കപ്പലണ്ടി തോട് കളഞ്ഞ് 1 ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായി 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതിന് മീതെ കുറച്ച് അവിലും പഴവും ലെയറായി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ കപ്പലണ്ടിയും അവലും പഴവും ലെയറായി ഗ്ലാസ് നിറയെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുത്ത് അതിന് മേലെ അവലും കുറച്ച് കപ്പലണ്ടി വറുത്തതും കൂടി ചേർത്ത് കൊടുത്താൽ അവൽ മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ അവൽ മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ ടേസ്റ്റിയായ 2 വിഭവങ്ങളും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.